അവാർഡ് ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. അല്ലെങ്കിലും ഈ കള്ള ബുദ്ധിജീവികളുടെ അംഗീകാരം ആർക്ക് വേണം? ഹലോ, നീ ഏത് സിനിമയുടെ ചേച്ചിലാണ് ഇപ്പൊ സ്വപ്നം കാണുന്നത്? എന്തോന്നാടി ഉറങ്ങാൻ സമ്മതിക്കൂലേ? നീ ഉറങ്ങിക്കോ, എനിക്കൊരു കാര്യം പറയാനുണ്ട്, അത് കേട്ടിട്ട് വേണം ഉറങ്ങിക്കോ. എന്തോന്ന്? റിസൾട്ട് വന്ന്. നല്ല കാര്യം. ഇംഗ്ലീഷ് ഗോവിന്ദയാണ് മോനെ. സാരില്ലടാ, നീ അത് അടുത്തല്ലേ എതിർത്താ മതി. ഞാനോ? തോറ്റേ ഞാനല്ലടാ പട്ടി, നീയാ. അയ്യോ, റിസൾട്ട് വിത്ത് ഹെൽഡ് എന്നാണല്ലോ കാണിക്കണേ. ആ, എന്താ അതിൻ്റെ അർത്ഥം? ആ, എന്താ? നീ തോറ്റുന്ന് തന്നെ ഒന്ന് പോടേ. റിസൾട്ട് വിത്ത് ഹെൽഡ് എന്ന് വെച്ചാൽ തോറ്റുന്നല്ല, തടഞ്ഞു വെച്ചിരിക്കുന്നു. ഓ, അതങ്ങനെ ആക്കിയോ? ആ, ആക്കി. ഇനി നമ്മൾ എന്ത് ചെയ്യും? നമ്മളാ? നിനക്കെന്താ കുഴപ്പം? ഡിഗ്രി, സർട്ടിഫിക്കറ്റ്, ടെക്നോ പാർക്കിൽ ജോലി, സ്വന്തമായിട്ട് ബൈക്ക്. എനിക്കെന്താ ഉള്ളേ? പട്ടിത്താറ്റോ പരിഹാസം. ഓപ്പിലെ റിസൾട്ട്. നീ പറഞ്ഞ ഇടത്തൊന്നും ഞാൻ അതിനെ തോപ്പിച്ചെന്ന്. നീ കൂടുതലൊന്നും പറയണ്ട. എടാ, എല്ലാ പരീക്ഷയ്ക്കും നീ എൻ്റെ പേപ്പർ നോക്കിയത് ഓപ്പേ അല്ലെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. പിന്നെ എന്തോന്നാ കൊണകൊണാന്ന്? എടാ, മനുഷ്യ അല്പം നന്ദി വേണടാ, നന്ദി. നന്ദി ഉണ്ടല്ലോ, അതുകൊണ്ടാണല്ലോ വീട്ടിൽ പോലും പോകാതെ ഞാൻ നിന്റെ കൂടെ നിൽക്കണേ. ഓ, സംഭവം ഞാൻ തോറ്റാണെങ്കിൽ ഞാൻ ചിലവൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. എന്ത്? ഞാൻ ഈ നാട് വിടും. നാട് പിടിക്കും എന്ന് വെച്ചാൽ? ഓ, നീ ആ വാക്ക് കേട്ടില്ലല്ലോ. നാട് വിടുന്ന വെച്ചാൽ ഈ നാട് വിട്ട് എങ്ങനെ പോകുന്നു? എങ്ങോട്ട്? പാതാളത്തിലേക്ക്. പിന്നൊന്നും അറിയണ്ടല്ലോ നിനക്ക് വട്ട. ഓ, ആദ്യം റിസൾട്ട് എന്തേ വരാത്തെന്ന് യൂണിവേഴ്സിറ്റി പോയി തിരക്കാൻ നോക്ക്. എന്നിട്ടൊന്നുമില്ല. എന്നിട്ട് പോരെ നാടുവിടല്. പോണോ? പോയി നോക്കണോ? നോക്കാല്ലേ? നീ ഇവിടെ നിൽക്ക്, ഞാൻ പോയിട്ട് വരാം. ഏതാ കോളേജ്? കോളേജ്. ഐ ഡി കാർഡ്? ഇതാ.
എടോ, താൻ ഇംഗ്ലീഷ് എക്സാമിൻ്റെ രജിസ്റ്റർ നമ്പർ തെറ്റായിട്ടാണ് കൊടുത്തേക്കുന്നത്. 1667 എന്നതിന് പകരം 1657 എന്നാണ് താൻ എഴുതി വെച്ചേക്കുന്നത്. അതുകൊണ്ട് തന്നെ താൻ എഴുതിയ ഇംഗ്ലീഷ് എക്സാമിൻ്റെ മാർക്ക് എക്സാം പോലും എഴുതിയിട്ടില്ലാത്ത ഒരു അസീനയുടെ രജിസ്റ്റർ നമ്പറിലേക്കാണ് പോയേക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ കുട്ടി ജയിച്ചിട്ടുണ്ട്, നീ തോറ്റു. ഇനി ഞാൻ എന്താ ചെയ്യണ്ടേ? ചെയ്യാനൊന്നുമില്ല. നീ പോയി ആ അസീനെ കാണും. എന്നിട്ട് ആ കുട്ടിയുടെ ഒരു നോ ഒബ്ജക്ഷൻ ലെറ്ററും ID കാർഡിൻ്റെ കോപ്പിയും കൊണ്ടുപോവാ. അതിന് അസീന ഫസ്റ്റ് ഇയറിൽ പഠിക്കുമ്പോൾ കല്യാണം എന്ന് പറഞ്ഞു പോയതാ. അതിനെ എവിടെ പോയി കണ്ടുപിടിക്കാനാ? അതൊക്കെ ഇവിടെ പറഞ്ഞിട്ട് എന്ത് കാര്യം? വല്ലയിടത്തും നോക്കി ആൻസർ പേപ്പർ ഫില്ല് ചെയ്യുമ്പോൾ ആലോചിക്കണം. എത്രയും പെട്ടെന്ന് ID കാർഡിൻ്റെ കോപ്പിയും ലെറ്ററും കൊണ്ടുവന്നാൽ വല്ലതും ചെയ്യാൻ നോക്കാം. ജയിച്ചോ? ഇല്ലേ? എന്തേലും ഒന്ന് പറയടേ. റിസൾട്ട് വരുമോ? ജയിച്ചില്ലേ? തോറ്റോ? ഓ, അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ. കണ്ടവർക്ക് വേണ്ടി പരീക്ഷ എഴുതി കൊടുത്തോണ്ട് നിൽക്കുകയാണല്ലേ. പിന്നെ എന്താ ചെയ്യണ്ടേ? അവളുടെ ഒരു നോ ഒബ്ജക്ഷൻ ലെറ്ററും കൊണ്ട് ചെല്ലേ. ആഹാ, നമുക്ക് തന്നെ ഒരു ലെറ്റർ എഴുതി അത് ഓട് തന്നെന്ന് പറഞ്ഞ് കൊടുത്താലോ? അങ്ങനെ ലെറ്റർ എഴുതി കൊടുത്ത് മാർക്ക് ഇരുത്താൻ നിന്റെ വാപ്പാടെ സ്റ്റാഫാ? ഒരു ചുക്ക് പറഞ്ഞുകൂടാ. എടാ, അവൾ ഒപ്പ് വെച്ചാൽ എണ്ണിക്കാൻ്റെ കോപ്പി വേണം, എന്നാലേ അവർ വല്ലതും ചെയ്യത്തുള്ളൂ. അങ്ങനെയാണെങ്കിൽ അവളെ കണ്ടുപിടിച്ചേ പറ്റൂ. എങ്ങനെ കണ്ടുപിടിക്കാനാ? ആ പെണ്ണ് ഫസ്റ്റ് ഇയർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ കല്യാണം എന്ന് പറഞ്ഞാൽ പഠിപ്പ് നിർത്തി പോവുകയും ചെയ്തു. അത് വലിയ പണിയുള്ള പണിയൊന്നുമില്ല. നേരിട്ട് കോളേജിൽ പോയി ചോദിച്ചാൽ പോരെ? കോളേജിൽ പോയി ചോദിച്ചാൽ അവർ എടുത്തു തരാൻ പോകല്ലേ? ഒന്ന് പോടെ, മണ്ടത്തരം പറയാതെ. എന്നാൽ ഞാൻ മണ്ടത്തരം വരാത്തൊരു കാര്യം പറയട്ടെ. നിനക്ക് BCom പഠിച്ചിരുന്ന ജിതിനെ അറിയില്ലേ? അവനിക്കാര്യത്തിൽ എന്തോ ചെയ്യാനാ? അവൻ കോളേജ് കണ്ടത് വിളിച്ച് നല്ല ഒന്നാന്തരം കോഴിയ. അവൻ്റെ ഈ കോളേജിലുള്ള എല്ലാ പെൺപിള്ളേരുടെ ഫോൺ നമ്പറും അഡ്രസ്സും ഉണ്ടാവും. അതിന് ഈ അസീന ഫസ്റ്റ് ഇയർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മതിയില്ലോ, ഓൾഡ് അല്ല, ഓൾഡ് ഉമ്മുമ്മാൻ അഡ്രസ്സ് വരെ അവൻ്റെ ഉണ്ട്. വിളിക്കട്ടെ ഞാൻ അവനെ ഒരു വട്ടം. നീ എന്തേലും ചെയ്. കോളേജിൽ വെച്ച് നിനക്കൊക്കെ എന്നെ പുച്ഛായിരുന്നില്ല. ഇപ്പം നിനക്കൊക്കെ ഒരു ആവശ്യം വന്നപ്പോൾ ഈ ഞാൻ തന്നെ വേണ്ടി വന്നു. കാര്യങ്ങളൊക്കെ ശരി തന്നെ. ബാസിലെല്ലാം പറഞ്ഞല്ല, അവളുടെ ID കാർഡിൻ്റെ കോപ്പിയും നോ ഒബ്ജക്ഷൻ ലെറ്റർ ഇല്ലാണ്ട് അവരും ചെയ്യത്തില്ല. അതുകൊണ്ട് നീ എങ്ങനെയല്ല അവളുടെ അഡ്രസ്സ് ഒന്ന് ഒപ്പിത്താ? അഡ്രസ്സൊക്കെ ഞാൻ തപ്പിത്തരാ. വണ്ടിക്ക് പെട്രോൾ അടിക്കാനുള്ള ആവശ്യം തരൂടെ? തരാലോ. അയ്യോ, അത് മോശമല്ലേ ജിതിനെ? കാശ് എത്ര വെള്ളം തരാം. ഓ ശരി ശരി, ഞാൻ ആ അഞ്ജലിനെ നീതുവിനെയൊക്കെ ഒന്ന് വിളിച്ചു നോക്കട്ടെ. അവളുമാർക്ക് ഒരു ഗ്യാങ്ങ. തിണ്ടിപ്പട്ടി, നാട്ടിലുള്ള എല്ലാ പെൺപിള്ളേരും നമ്പർ ഉണ്ടല്ലോ. അലോലാതി. നീ എന്തു ദേശത്തിൽ അവന് കാശ് കൊടുക്കാൻ സമ്മതിച്ചേ? ഞാനോ? നീയല്ല പറഞ്ഞു ഓക്കെ ശരി എല്ലാം തരാലോന്ന്. എന്നാലും കാശ് ചിലവായി പോയാൽ? ചില വായിലല്ല, നിന്റെ വായി തന്നെ പോണേ. അവൻ്റെ ഒടുക്കത്ത് തീറ്റ. അവൻ വരണം. ബ്രോ, ഹസീന കോളേജിൽ നിന്ന് ഇറങ്ങിയ ശേഷം പിന്നെ ആരും കോണ്ടാക്ട് ചെയ്തിട്ടില്ല. അവളുടെ പണ്ടത്തെ ഒരു അഡ്രസ്സ് ഞാൻ തപ്പി പിടിച്ചെടുത്തിട്ടുണ്ട്. അത് കുഴപ്പമില്ല, നമുക്ക് കണ്ടുപിടിക്കാലോ. എവിടാ സ്ഥലം? അത് നമ്മുടെ പാലക്കാട്, കൊല്ലങ്കോട്. പാലക്കാടാ? ഈശ്വര, അവള് ഹോസ്റ്റലിലായിരുന്നാ? ആ പ്രിയ ഇപ്പോൾ അവളുടെ അഡ്രസ്സ് എനിക്ക് അയച്ചു തരും. ഞാൻ നിനക്ക് ഫോർവേഡ് ചെയ്തേക്കാം. നിങ്ങൾ പാലക്കാടൊക്കെ പോയി അവളെ കണ്ടിട്ടൊക്കെ വാ. ഷ്യോ, എന്തോന്നിത്? ഡേയ്, ഇനി എന്ത് ചെയ്യും? എന്ത് ചെയ്യാൻ? പാലക്കാട് പോകണം. പാലക്കാടാ? പൊക്കോ, എവിടെ വേണേ പൊക്കോ. പക്ഷെ എന്നെ അങ്ങോട്ടും കിട്ടൂല. ഷടാ ദുഷ്ടാ, നന്ദി വേണ്ട നന്ദി. നീ എല്ലാ പരീക്ഷയ്ക്ക് എൻ്റെ പേപ്പർ തന്നെ നോക്കി. നിർത്ത്, ഞാൻ വരാം. പക്ഷെ ഞാൻ പൈസ ഇടൂല. പൈസ വേണ്ട, ഞാൻ ഇട്ടോളാം. നീ ഒന്ന് വന്നാ മതി. ഓ തേങ്ങാ കൊല. അതേ ഒരുത്തം വരുന്നുണ്ട്. അവനോട് നമുക്ക് വഴി ചോദിക്കാം. നേരെ പോകാം. എന്നിട്ട് ഈ മൂന്നാമത്തെ തരം കഴിഞ്ഞാൽ അവിടെ തോടില്ല. ആ തോട് വേണം മൂന്നാമത്തെ വീട്. നേരെ പോവുക. എന്നിട്ട് ഈ വരമ്പ് കഴിഞ്ഞിട്ട് അപ്പുറത്തെ ഒരു തോടുണ്ട്. ആ തോട് കഴിഞ്ഞാൽ മൂന്നാമത്തെ വീട്.
നേരെ പോയിട്ട് നേരെ പോവാ നേരെ പോവാ ദേ ഇത് ഈ തോട് കണ്ടോ അതോട് ഈ തോട് കഴിഞ്ഞാ മൂന്നാമത്തെ വീട് അത്രേ ഉള്ളൂ. ഇത് തന്നെയാണോ വീട്? ആയിരിക്കും. കഴിക്കാൻ എന്തെങ്കിലും കിട്ടിയാൽ മതിയായിരുന്നു. നീ ആദ്യമേ പോയി നീ ലെറ്ററൊന്നും ചോദിക്കണ്ട, ചായ എന്തെങ്കിലും കിട്ടി ചോദിച്ചാൽ മതി. കാര്യങ്ങളൊക്കെ ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞ് മനസ്സിലാക്കിച്ചോളാം. നീ വേറെ ഡയലോഗ് അടിച്ച് കോംപ്ലിക്കേഷൻ ആക്കരുത്. വാ സീനോ, സിനോ സിനോയ് സീനോ, സിന സീനോ, അസീനോ. ഇവിടെ ആരും ഇല്ലേ? കാണും. സീന ആരാ? ഹസീനയുടെ കൂടെ പഠിച്ചതാ. ഹസീന ഇവിടെ ഇല്ല, ഓള് ജോലിക്ക് പോയിരിക്കാണ്. ഓള് വരുന്നേ ഉള്ളൂ. വെറുതെ കിടന്ന് വിളിച്ചു വെള്ളം വെക്കണ്ട. ഓളുടെ ഉമ്മയകത്ത് വയ്യാതെ കിടക്കുക, അത് അവർക്കൊരു ശല്യമാവും. ആ ദേ ഹസീന വന്നല്ലോ. അല്ല, ഇത് ആരൊക്കെയാ? ഹരിയും ബാസലുമോ? നിങ്ങളെന്താ ഇവിടെ? വാ, കേറിയിരിക്കാം. ഇന്നലെ ഫൈനൽ ഇയർ എക്സാമിൻ്റെ റിസൾട്ട് വന്നു. ഞാൻ ഇംഗ്ലീഷ് എക്സാമിന് ഇൻട്രസ്റ്റ് നമ്പർ എഴുതിയ തെറ്റിപ്പോയി. റിസൾട്ട് വന്നപ്പോൾ ഞാൻ ആ സബ്ജക്റ്റ് തോറ്റു. ഇനി എൻ്റെ ഐ ഡി കാർഡിൻ്റെ കോപ്പിയും നോ ഒബ്ജക്ഷൻ ലെറ്റർ ഉണ്ടെങ്കിൽ യൂണിവേഴ്സിറ്റി പോയി എനിക്ക് എൻ്റെ മാർക്ക് വരുത്താൻ പറ്റൂ. അതിനു വേണ്ടിയാണ് ഞങ്ങൾ ഇത്ര ദൂരം വന്നത്. നീ എക്സാം ആയിട്ടില്ല എന്നും ഫസ്റ്റ് ഇയറിലെ പഠിപ്പ് നിർത്തിയെന്നും നീ ഒരു ലെറ്റർ എഴുതി തന്നാൽ മതി. യൂണിവേഴ്സിറ്റി കൊടുക്കാൻ അത് മതി. അതിനെന്താ, ഒരു മിനിറ്റ് നിങ്ങൾ ഇരിക്കുക. ചായ മാത്രം മതി. ഡാ ചുമ്മാ ഇരിക്കടാ, നമ്മളിവിടെ നിന്ന് ചായ കുടിക്കാനല്ല. ഒരു ചായ കിട്ടുവാണെങ്കിൽ കിട്ടട്ടാ. നീ ഒരു ഉപകാരം ചെയ്യൂ. എന്ത്? ഇവിടെ നിന്ന് പോകുന്നവരെ വാ തുറക്കരുത്. മൊത്തത്തിൽ എന്തോ ഒരു വശപ്പശകില്ലേ? എന്ത്? എനിക്കൊന്നും തോന്നുന്നില്ലല്ലോ. ആ തോന്നൂല. തിന്നാ ഉറങ്ങ എന്തോന്ന് ജന്മാടേ. ഇതൊന്നും വേണ്ടായിരുന്നു. പറഞ്ഞ പോലെ നിന്റെ ഹസ്ബൻഡ് എവിടെ? ഹസ്ബൻഡോ? അതിന് നിന്നോടാരാ എന്റെ കല്യാണം കഴിഞ്ഞു എന്ന് പറഞ്ഞേ? നീയല്ലേ ഫസ്റ്റ് ഇയറിൽ പഠിക്കുമ്പോളെ കല്യാണം എന്ന് പറഞ്ഞ് പഠിത്തം നിർത്തിപ്പോയത്. അത് അങ്ങനൊരു കള്ളം പറയേണ്ടി വന്നു. ഞാൻ ഡിഗ്രി ചെയ്യുന്ന സമയത്താ ഉപ്പ ദുബായിൽ നിന്നും നാട്ടിലെത്തി ഒരു ബിസിനസ് തുടങ്ങുന്നത്. അത് അത്ര അങ്ങോട്ട് വിജയിച്ചില്ല. ഉപ്പാക്ക് 4 ഭാഗവും കടം കയറി. നാട്ടിലും കുടുംബത്തിലും തലയുയർത്തി നടക്കാൻ പറ്റാത്ത അവസ്ഥ വന്നു. ഒരു ദിവസം രാത്രി ഉപ്പ ആരോടും പറയാതെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. ഇപ്പോൾ വർഷം 3 ആയി. എൻ്റെ പഠിത്തം നിന്നു. ഉമ്മാക്ക് വയ്യാണ്ടെയായി. കുടുംബക്കാർ സഹായിക്കൽ നിർത്തി. ഉമ്മാക്ക് മരുന്ന് കഴിക്കുന്നതിന് മുന്നുള്ള കഞ്ഞിക്ക് പോലും വകയില്ലാതെ വന്നപ്പോഴാണ് ടൗണിലെ ഒരു ടെക്സ്റ്റൈൽസിൽ ജോലിക്ക് പോകാൻ തുടങ്ങിയത്. ഇപ്പോൾ അവിടുന്ന് കിട്ടുന്നത് കൊണ്ട് ജീവിച്ചു പോകുന്നു. ഇതൊന്നും പോരാഞ്ഞിട്ടാ കടക്കാരുടെ ശല്യവും. പാതിരാ സമയത്ത് വരെ വന്ന് ഉപ്പാനെ തിരക്കും. ഞങ്ങളെ കൊല്ലുമെന്ന് വരെ ഭീഷണിപ്പെടുത്തും. ഞങ്ങൾ വരട്ടെ സീന. ഹസീന എനിക്കൊരു പാഠമാണ്. ഒരുപാട് കാലം ജീവിച്ചു തീർത്താൽ ഒരുപക്ഷെ മനസ്സിലാക്കാൻ പറ്റാതെ പോകുമായിരുന്നു ഒരു പാഠം. ജീവിതത്തിൽ വല്ലാതെ പരാജയപ്പെട്ടു പോയ ആ പെണ്ണിനൊരു കൈത്താൻ കൊടുക്കാനുള്ള അവസ്ഥയോ പക്വതയോ എനിക്കായിട്ടില്ല. റിസൾട്ട് വിത്ത് ഹെൽഡാക്കി ദൈവത്തിന് നന്ദി. ആൻഡ് ഐ റിയലൈസ് ദാറ്റ് ടുഡേ ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഡേ ഇൻ മൈ ലൈഫ്.
കഴിഞ്ഞിട്ടില്ല. കുറെ കഴിയുമ്പോ എല്ലാരെയും പോലെ അവരും മരിക്കും, എന്നിട്ട് കുഴിച്ചിടും. എന്താ Want you to be crazy 'cause you're boring, baby, when you're നിനക്ക് പറ്റൂലേ കളഞ്ഞിട്ട് പോടേ. കുറെ സമയമായിട്ട് കളിയാക്കണ്.